വിജി 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 അവിടെ ഇത്രയൊക്കെ നടന്നായിരുന്നോ? നീ പറഞ്ഞത് വെച്ച് നോക്കുമ്പോ നിന്റെ ഏടത്തിയായിരിക്കുമല്ലോ ഇത്രയൊക്കെ ചെയ്തത്. നിന്റെ ഏട്ടത്തിക്കല്ലാതെ വേറെ ആർക്കും ഇത്ര വൈരാഗ്യം? ആർക്കും എന്നോട് അത്ര വൈരാഗ്യമില്ല. അവരാണിത് ചെയ്തേന്നെങ്ങാനും തെളിയട്ടെ, എന്നിട്ടുണ്ട് ബാക്കി. മിന്നലടിക്കുന്നുണ്ടല്ലോ, ഞാൻ പോയി ടെറസിൽ വെച്ച തുണിയൊക്കെ എടുത്തിട്ട് വരാം. ശരി വിജി. ശരി. നീല, നീല മോളെ, മോളെ എന്തു പറ്റി നിനക്ക്? സ്കൂളിൽ ബോധം കെട്ട് വീണെന്ന് പറഞ്ഞു കേട്ടല്ലോ. ഇപ്പൊ എങ്ങനെയുണ്ട് മോളെ നിനക്ക്? ഇപ്പൊ കുഴപ്പമില്ല മുത്തശ്ശി. ദൈവമേ, ഈ കാര്യം കേട്ട ഉടനെ മോളെ കാണാൻ വേണ്ടി ഓടിക്കതച്ച് വരുമായിരുന്നു മുത്തശ്ശി. മോളെ കണ്ടപ്പോഴാ എനിക്ക് മനസ്സമാധാനായത്. അല്ല മുത്തശ്ശി, ഞാൻ ബോധം കെട്ട് വീണ മുത്തശ്ശി എങ്ങനെ അറിഞ്ഞത്? എപ്പോഴും എന്റെ മോളെ പറ്റിയല്ല ഞാൻ വിചാരിച്ചോണ്ടിരിക്കുന്നെ. അതാ മോക്ക് എന്തെങ്കിലും പറ്റിയ മുത്തശ്ശി അറിയാണ്ടിരിക്കോ? അല്ല, എന്താ മോളെ ഉണ്ടായത്? എങ്ങനെ നിനക്ക് ബോധം പോയത്? അത് വേറൊന്നുമല്ല മുത്തശ്ശി. സ്കൂളില് കവിന്ന് പറഞ്ഞ ഒരു ക്ലാസ്മേറ്റ് എനിക്കുണ്ട്. അവൻ എന്നെ പേടിപ്പിക്കണമെന്ന് അവന്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ട് അവന്റെ അമ്മ ഒരു മാസ്ക് ഇട്ട് എന്നെ വന്ന് പേടിപ്പിച്ചു. അടുത്ത് വന്ന് പേടിപ്പിച്ചപ്പോഴേ ഞാൻ അങ്ങ് ബോധം കെട്ട് വീണുപോയി. അത്രേ ഉള്ളോ? ഞാൻ വിചാരിച്ചു സ്കൂളിൽ പോണ നേരത്തെ ഏതെങ്കിലും കള്ളന്മാര് വന്ന് മോളെ പേടിപ്പിച്ചതായിരിക്കും. എന്താ മുത്തശ്ശി അത്രേ ഉള്ളോന്ന് നിസ്സാരായിട്ട് പറയണേ? മാസ്ക് ഇട്ട് നമ്മുടെ അടുത്ത് വന്ന് ബഹളം വെച്ചാ ആരായാലും പേടിച്ചു പോവില്ലേ? ശരി, അവനെന്തിനാ മോളെ പേടിപ്പിച്ചത്? അവന്റെ ദേഹത്ത് ഞാൻ റബ്ബർ പാറ്റ എടുത്തെറിഞ്ഞായിരുന്നു. അന്നേരം അവൻ വിചാരിച്ചു ഞാൻ അവനെ മനഃപൂർവ്വം പേടിപ്പിച്ചതാന്ന്. അതുകൊണ്ട് ഇങ്ങനെ ചെയ്ത്. ഞാൻ ഒരുപാട് പേടിച്ചുപോയി, അറിയാവോ? നല്ല മോളാ നീ. നീ സാര മാസ്ക് കണ്ട് ആരെങ്കിലും പേടിക്കോ? നീ ആരുടെ മോളാ? വിജയലക്ഷ്മിയുടെ മോളല്ലേ? പ്രേതം, പിശാശ്, പുലി, കരടി, സിംഹം ഇതിനെ ഒന്നും മോള് പേടിക്കാൻ പാടില്ല. ധൈര്യത്തോടെ നിൽക്കണ്ടേ? നോക്കുമോളെ, അവര് നിന്നോടിച്ചാ തിരിഞ്ഞു നിൽക്കണം. അവര് നിന്നോടിക്കാൻ പാടില്ല, നീ അവരെ ഓടിക്കേണ്ടത്. ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾക്ക് നല്ല ധൈര്യം വേണ്ടേ മോളെ? നിന്റെ അമ്മയെ കണ്ടില്ലേ? നല്ല ധൈര്യശാലി അവള്. 6ാമത്തെ വയസ്സിലേ 6 അടി നീളമുള്ള പാമ്പിനെ പിടിച്ചത്. മനുഷ്യന്മാരെയും മൃഗത്തിനെയും ഒന്നും അവൾക്ക് പേടിയേയില്ല. എല്ലാരോടും സത്യസന്ധമായിട്ടാ അവള് പെരുമാറുക. എനിക്ക് എന്റെ മോള് എങ്ങനെയാണോ അതുപോലെ മോളും അമ്മയ്ക്ക് തുണിയായിരിക്കണം. മനസ്സിലായോ? വിജി, വാ മോളെ, നിന്നെപ്പറ്റി ഞാൻ മോൾക്ക് പറഞ്ഞു കൊടുക്കുമായിരുന്നു. അഭിനയിക്കൊന്നും വേണ്ട. ഇപ്പൊ നിങ്ങൾ പറഞ്ഞതൊക്കെ ഞാൻ കേൾക്കാൻ വേണ്ടി പറഞ്ഞല്ലേ? എന്താ പറഞ്ഞേ? ഞാൻ അഭിനയിക്കുമായിരുന്നോ? നീ എപ്പോഴാ വന്നേന്ന് പോലും എനിക്കറിയില്ല. മതി, നിർത്ത്. ഞാൻ ഉള്ളപ്പോ ഒരു രീതി, ഇല്ലാത്തപ്പോ വേറൊരു രീതി. എന്തിനാ ഈ ഡ്രാമയൊക്കെ? എന്ത് ഡ്രാമയോ? ഞാൻ ഡ്രാമ കളിച്ചുന്നോ? നീ ധൈര്യശാലിയല്ലേ, ചങ്കൂറ്റുള്ളവള്. മോളോട് അതുപോലെ ആയിരിക്കണമെന്ന് പറഞ്ഞതാ. ഇതിലെന്താ ഡ്രാമയുള്ളത്? ഇത് നോക്ക്, നിങ്ങളുടെ സ്വഭാവവും എപ്പ എങ്ങനെ സംസാരിക്കുന്നു എനിക്ക് നന്നായിട്ടറിയാം. എന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിച്ചാ ഞാൻ നിങ്ങൾ ചെയ്ത കാര്യങ്ങളൊക്കെ മറക്കണോ? എല്ലാ കാര്യങ്ങളും ശരിയാവുന്നൊരു വിചാരമുണ്ടോ? ദേ, ഞാൻ വിചാരിക്കാത്തതൊക്കെ നീ എന്തിനാ ഈ ഉണ്ടാക്കി പറയുന്നേ? സത്യമായിട്ട് എനിക്ക് അങ്ങനെ ഒരു ഉദ്ദേശവുമില്ല. കുഞ്ഞിനിങ്ങനൊരു സംഭവം കേട്ടപ്പോ വിഷമിച്ച് ഓടി വന്നതാ. അതൊന്നും മനസ്സിലാക്കാതെ നീ എന്തൊക്കെയോ വിളിച്ച് പറയുവാണല്ലേ? നിങ്ങളോട് ആരാ ഇപ്പൊ ഇങ്ങോട്ട് വരാൻ പറഞ്ഞ? ഞാനാണോ വിളിച്ചത്? എന്റെ മോൾക്ക് ഇങ്ങനെ പറ്റി വന്ന് കാണുന്ന ഞാനാണോ പറഞ്ഞത്? ആരെ പറ്റിക്കാനാണ് ഈ ഡ്രാമയൊക്കെ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വരല്ലേന്ന് പറഞ്ഞാ കേൾക്കുന്നുമില്ല. ഒരു തവണ പറഞ്ഞാ മനസ്സിലാവില്ലേ? മതി, നിർത്തടി. ഞാൻ വന്ന എന്താ കുഴപ്പം? ഞാൻ എന്റെ മോളുടെ വീട്ടിലേക്ക് വന്നത്. ഞാൻ ഇവിടെ വരാൻ പാടില്ലെന്ന് പറയാൻ ആർക്കും അവകാശമില്ല. ഞാൻ പ്രധാനമായിട്ട് ഇങ്ങോട്ട് വരുന്നത് എന്റെ നിലമോളെ കാണാനാ.
അവളെ കാണാൻ ഞാൻ ഇനിയും വരും. എന്താ ശരിയല്ലേ? അമ്മേ, നിങ്ങളോട് തർക്കിക്കാനൊന്നും എനിക്ക് നേരമില്ല. ആദ്യം എവിടെ നിന്ന് ഇറങ്ങ. എന്താ അടി നിന്റെ പ്രശ്നം? കുറെ നേരമായല്ലോ വെറുതെ ആട്ടി പുറത്താക്കുന്ന പോലെ സംസാരിക്കുന്നെ. ഞാൻ നിന്റെ അമ്മയടി. നിങ്ങൾ ആരാണെങ്കിലും എനിക്ക് എന്താ? ആരും എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കല്ലേ. എന്നെ എന്തിനാ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്ന? ദേ നോക്ക്, നിനക്കൊരു പക്ഷെ എന്നോട് സ്നേഹം ഉണ്ടായിരിക്കില്ല. എന്നെ എനിക്ക് നിന്നെയും എന്റെ നിലമോളയും വേണം. നില, ദേ മോളെ, നിന്റെ അമ്മയോട് പറഞ്ഞേക്ക്. ആവശ്യമില്ലാതെ എന്നെ അപമാനിച്ചോണ്ടിരിക്കുക. നിന്നെ കാണാൻ വരുന്നതിലുള്ള അസൂയ അവൾക്ക്. എന്നെങ്കിലും ഒരു ദിവസം ഈ അമ്മയുടെ വില എന്താണെന്ന് അവൾ അറിയും. അപ്പൊ കാണാം. അതേ ജന്മത്ത് നടക്കില്ല. അമ്മേ, മുത്തശ്ശി പാവല്ലേ അമ്മേ? നില, ശരി, എന്നോടുള്ള ദേഷ്യം വെറുതെ കൊച്ചിനോട് കാണിക്കാൻ നിൽക്കണ്ട. അത് മര്യാദയ്ക്ക് അവിടെ ഇരുന്ന് പഠിച്ചോട്ടെ. ഞാൻ വരട്ടെ. വരണ്ട, അങ്ങനെ പോയിക്കോ. നിങ്ങളെ ആരും ഇങ്ങോട്ട് വിളിച്ചിട്ടില്ല. നിന്റെ പാട്ടിന് പൊടി. നിലമോളെ, മുത്തശ്ശി പോയിട്ട് വരട്ടെ. സൂക്ഷിച്ച് നടക്കണം കേട്ടോ. വലിയ മഹാറാണിയല്ലേ ഇവള്. അവള് പറഞ്ഞത് ഞാൻ അനുസരിക്കണം. അമ്മേ, എപ്പോഴാ വന്നത്? നീയെങ്കിലും എപ്പോ വന്നു എന്ന് ചോദിച്ചൂലോ. ഇവിടെ ഒരുത്തി ഞാൻ എപ്പോ വന്നാലും എന്തിനാ ആരും വിളിക്കാതെ എപ്പോഴും ഇങ്ങനെ വലിഞ്ഞു കയറി വരണേന്ന് പറഞ്ഞ് എന്നെ ആട്ടി പുറത്താക്കുക. അയ്യോ, എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നെ? വേറെ എന്താ മോളെ ഞാൻ പറയാ? ഞാനൊരു സ്ത്രീയല്ലേ, എപ്പോഴും മുഖം വീർപ്പിച്ച് നിൽക്കുക. അമ്മയാണെന്നുള്ളൊരു വിചാരം പോലും ഇല്ല. പേരമോളെ കണ്ടൊന്ന് സംസാരിക്കാൻ പോലും ഇവിടെ എന്നെ സമ്മതിക്കുന്നില്ല. എനിക്ക് വലിയ വിഷമമുണ്ട് മോളെ. കൊച്ചിനെ 10 മാസം ചുമന്ന് പ്രസവിച്ചതാണെങ്കിലും എനിക്കും ഉണ്ടാവില്ല ആത്മാഭിമാനമൊക്കെ. ഞാനേ ദേഷ്യപ്പെട്ട് ഇറങ്ങി പോകുന്ന പോലെ അഭിനയിക്കുക. ഇനി ഞാൻ വരുമ്പോ അമ്മയെ ചീത്ത പറയാൻ പാടില്ല എന്നെങ്കിലും തോന്നുമല്ലോ. ഇനി ഞാൻ ഈ വീടിന്റെ പടി ചവിട്ടില്ലെന്ന് തീരുമാനിച്ചിറങ്ങിയതാ. ഞാൻ ചത്താ പോലും ആരും എന്നെ കാണാൻ വരണ്ട. ഇതാ എന്റെ ഇങ്ങോട്ടുള്ള അവസാനത്തെ വരവ്. മുത്തശ്ശി വലിയ ദേഷ്യത്തിലാന്നാ തോന്നുന്നേ. ശരി, ഞാൻ ദേഷ്യപ്പെട്ട് പോകുന്ന പോലെ അങ്ങോട്ട് പോട്ടെ. കുറച്ചു കഴിഞ്ഞ് നീ അവളെ കണ്ട് സ്വന്തം അമ്മേനെ എന്തിനെങ്ങനെ വേദനിപ്പിക്കുന്നെന്ന് ചോദിക്കേ. ഞാൻ നാളെ വരാവേ. അമ്മ, ഒരു മിനിറ്റ്. എന്താ മോളെ? നിങ്ങളെപ്പോലെ ഒരു അമ്മയില്ലാത്തതിന്റെ സങ്കടം അറിയുന്നവളാ ഞാൻ. എന്തിനാ മോളെ അങ്ങനെ വിചാരിക്കുന്നേ? നീ എനിക്ക് മോളെ പോലെയാ. എന്നെ അമ്മയായിട്ട് തന്നെ കരുതിക്കോ.